ഹലോ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇന്ന് ബീഫിന്റെ ബോട്ടി ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതെങ്ങനെയാന്ന് കണ്ടു നോക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്നും ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ള ബോട്ടിയാണ്. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു മക്ക് മണവും ആ സ്മെല്ലും ആ ഒരു മക്ക് ചൊവയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മഞ്ഞളിൻ്റെ അകത്തിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ച് വെള്ളം കളഞ്ഞതിന് ശേഷം എടുത്ത് നമുക്ക് വേവിക്കാം. മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള മഞ്ഞൾ ഉണങ്ങി പൊടിച്ചതാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഒരു റെഡിഷ് കളറ്. പൊടി ഇനി ഞാൻ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. വേവ് കൂടുതലായതുകൊണ്ട് കുക്കറിൽ ഒരു 4 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ്. അതിനകത്തിട്ട് 1 കിലോ പൊട്ടിയാണ് നമ്മളുള്ളത്. അത് നേരത്തെ വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് അതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചും മഞ്ഞൾപ്പൊടി, അത് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ഇനി അതിലേക്ക് ഇഞ്ചി, നല്ല നീളത്തിൽ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇനി നമുക്ക് കുക്കർ മൂടി അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 6 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ വെന്ത് കിട്ടും. ബോട്ടി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം നമ്മൾ കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു വലിയ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോളയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇറച്ചിക്ക് മാത്രം ആവശ്യമായിട്ടുള്ള, കപ്പയ്ക്കും ആവശ്യമായിട്ടുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഇനി മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. പൊടി കുറഞ്ഞ് ഇറച്ചിക്ക് മാത്രമുള്ള പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കപ്പയ്ക്ക് ഇളക്കി കഴിയുമ്പോൾ മധുരമായി പോകും. ഇനി 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഈ പൊടി ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. പൊടിയെല്ലാം നല്ലപോലെ മൂത്തുന്നുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടി ആ വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മസാലയൊക്കെ നല്ലപോലെ ഇറച്ചിയിലോട്ട് പിടിക്കാൻ നമുക്കൊരു 10 മിനിറ്റ് മുടിയും കൂടെ വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടി മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ ബോട്ടിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വാങ്ങി വെക്കാം. ഇനി ഒരു 2 കിലോ കപ്പയും കൂടെ ഞാൻ കൊത്തിഞ്ഞുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കപ്പയൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം.
കപ്പ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ ശേഷം ലോ ഫ്ലെയിം തീയിൽ ഗ്യാസിൽ അടുപ്പേ വെച്ചിട്ട് ഒന്ന് കപ്പയൊന്ന് ഉടച്ച് എടുക്കാം. ബോട്ടി കറി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കപ്പയും ഒന്നും പൊടിഞ്ഞു കിട്ടത്തില്ല. ആദ്യം തന്നെ നമ്മളൊന്ന് കപ്പ ഇടിച്ച് പൊടിച്ചതിന് ശേഷം മാത്രം കറിയിട്ട് വീണ്ടും ഇളക്കാം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.